പോലീസ് തലപ്പത്ത് അഴിച്ചുപണി 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തി. പുട്ട വിമലാദിത്യ, അജിത ബീഗം, R നിശാന്തിനി, എസ് സതീഷ് വിനോ, രാഹുൽ R നായർ എന്നിവരെയാണ് IG റാങ്കിലേക്ക് ഉയർത്തിയത്. സിജോ വി ജോൺ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, എങ്ങനെയാണ് പുതിയ മാറ്റങ്ങൾ, മറ്റു വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനക്കയറ്റവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5 പേർ IG-മാരാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 18 വർഷത്തോളം സർവീസുള്ള ആളുകളാണ് ഇപ്പോൾ IG-മാരായിരിക്കുന്നത്. ഈ 5 IG-മാർ ഇവരാണ്: എസ് അജിത ബീഗം, R നിശാന്തിനി, പുട്ട വിമലാദിത്യ, സതീഷ് വിനോ, രാഹുൽ R നായർ എന്നിവരാണ്. ഇതിൽ രാഹുൽ R നായർ മാത്രം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണുള്ളത്. അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ ആയതിനാല് കേരളത്തിലേക്ക് ഉടൻ എത്തിയേക്കില്ല. അവിടെ തന്നെ IG-ആയി എംപാനൽ നൽകി സ്ഥാനക്കയറ്റം നൽകാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. ബാക്കി 4 പേർക്കും ചുമതലകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അജിത ബീഗം ഇനി സാമ്പത്തിക വിഭാഗത്തിന്റെ IG ആയിരിക്കും. R നിശാന്തിനി പോലീസ് ആസ്ഥാനത്തെ IG ആകും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകളുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി കമ്മീഷണർ മാറുകയും ചെയ്തിട്ടുണ്ട്. പുട്ട വിമലാദിത്യക്ക് പകരം ഇനി ഹരിശങ്കർ ആയിരിക്കും കൊച്ചി കമ്മീഷണർ ആയിരിക്കുക. K കാർത്തിക്, അദ്ദേഹം ഇപ്പോൾ വിജിലൻസിനാണ്. കാർത്തികിനെ തിരുവനന്തപുരം കമ്മീഷണറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് തോംസൺ ജോസ് ഇനി വിജിലൻസ് DIG ആയി മാറും. അരുൾ B കൃഷ്ണയാണ് തൃശൂർ റേഞ്ച് DIG ആയി വരികയും ചെയ്യുക. എസ് ശ്യാംസുന്ദറിനെ ഇന്റലിജൻസിന്റെ IG ആയി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തന്നെ ഈ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഉത്തരവ് അല്പസമയത്ത് തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. ഇനി പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ADGP ലെവലിലുള്ള പോലീസ് തലപ്പത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ചുമതലകളുള്ള ആളുകൾ മാറുമോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച തീരുമാനം അടുത്ത ദിവസങ്ങൾ തന്നെ അറിയാം. MR അജിത് കുമാർ തിരികെ പോലീസിലേക്ക് വരുമോ എന്നത് സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഈ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെ വിവാദങ്ങളെ തുടർന്നായിരുന്നു MR അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റുന്നത്. അതിനുശേഷം എക്സൈസ് ചുമതലയിലേക്ക് മാറ്റുകയാണ് ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില ഉന്നതരുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇടപെടലിന്റെ ഭാഗമായി MR അജിത് കുമാറിനെ തിരികെ പോലീസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ചില വാർത്തകൾ അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും പോലീസ് തലപ്പത്ത് അഴിച്ചുപണി 5 പേരാണ് ഇപ്പോൾ IG റാങ്കിലേക്ക് ഉയർന്നിട്ടുള്ളത്. സിജോ വി ജോണാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.